ഫസ്റ്റ് പാർട്ട് മോശമായിരുന്നു. സെക്കൻഡ് പാർട്ട് തരക്കേടില്ലായിരുന്നു. തേർഡ് പാർട്ട് വളരെ മോശമായിപ്പോയി. മറ്റുള്ള ഹൊറർ സ്ലാഷർ മൂവീസിൽ നിന്ന് സ്ട്രേഞ്ചേഴ്സിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെയാണ്. അതായത് ഈ മാസ്ക് ഇട്ട് വരുന്ന ആളുകൾ ആരാണെന്നോ ഇവരെന്തിനു വേണ്ടി കൊലപാതകം നടത്തുന്നു എന്ന് ഈ വിക്ടിംസിനും അറിയുന്നില്ല, അതുപോലെ തന്നെ കാണുന്ന പ്രേക്ഷകർക്കും അറിയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ഈ 3 പാർട്ട് മൂവി സീരീസിലൂടെ ആ ഒരു കോൺസെപ്റ്റ് അവസാനിച്ചു. ഈ ഒരു മൂവീസിലൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു ഇവരാരാണ് ഈ മാസ്കിന് പിന്നിലെന്നും എന്താണ് ഇവരിങ്ങനെ ചെയ്യാൻ കാരണമെന്നും. അതൊരു തരത്തിൽ അവർ പുതിയൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചതായിരിക്കും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി ഭയങ്കര മോശമായിപ്പോയി. കാരണം ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്കറിയാം വളരെ ലാഗ് അടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഈവൻ മെയിൻ ലീഡ്സ് പോലും നമുക്ക് കൂടുതലൊന്നും കണക്റ്റ് ആയിട്ടില്ല മെയിൻ ലീഡ്സുമായിട്ട്. പിന്നെ സെക്കൻഡിൽ എത്തുമ്പോഴാണ് നമുക്ക് പിന്നെ അത്യാവശ്യം ഒരു കണക്ഷനൊക്കെ തോന്നുന്നത്. എന്നാൽ തേർഡിൽ സ്റ്റോറി വളരെ മോശമായിപ്പോയി. ഹൊറർ സ്ലാഷർ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസും ജംപ് സ്കാർസും ഒക്കെ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അത് പോരായിരുന്നു. കാരണം 2008 പിന്നീട് 2018 നമ്മൾ കണ്ട ആ ഒരു ലെവൽ മാച്ച് ചെയ്യാനോ കീപ്പ് ചെയ്യാനോ ഒട്ടും തന്നെ സാധിച്ചില്ല. ജസ്റ്റ് എ മീഡിയോക്കർ മൂവി. ആ ഒരു ഫ്രാഞ്ചൈസിയിൽ പെട്ടുപോയെന്ന് മാത്രം. ആ ഒരു സ്റ്റോറി ലൈൻ ഫോളോ ചെയ്തതെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അതിലുപരി ഒരു സ്ട്രേഞ്ചേഴ്സ് മൂവി എന്ന നിലയിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ 3 മൂവീസും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഐ മീൻ സെക്കൻഡ് മൂവി മാത്രമാണ് കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നത്. പക്ഷെ അതും പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമ കാണണം. ഐ മീൻ തിയേറ്ററിൽ റിലീസില്ല കേരളത്തിൽ. പക്ഷേ ഒരു OTT വന്നാലും കാണാൻ നിൽക്കണ്ട. ഈ ഫ്രാഞ്ചൈസിനെ നിങ്ങൾ അങ്ങോട്ടേക്ക് മറന്നേക്കുക. അതായിരിക്കും നന്നാവുക.